അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും മാറ്റി സമാധാനം കൊടുക്കട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് മഗ്രിബോടെ നാം ചേരുന്നത് ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മീലാദ് രാവിലേക്കാണ്. പരിശുദ്ധമായ നബിദിന രാവിലേക്കാണ് നാം ചേരുന്നത്. അതോടൊപ്പം പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവും കൂടിയാണ്. ഇരട്ടി മധുരമുള്ള ഇരട്ട പെരുന്നാൾ എന്നാണ് മഹത്തുക്കൾ ഈ രാവിനെ വിശേഷിപ്പിച്ചത്. കാരണം വെള്ളിയാഴ്ചയും നബിദിന രാവും ഒരുമിച്ച് വരിക എന്നുള്ളത് വളരെ അപൂർവമാണ്. അതിനാൽ വിശ്വാസികൾ വളരെ സന്തോഷത്തിലാകുന്ന പരിശുദ്ധമായ രാവാണിത്. നാളെയോ വലിയ പെരുന്നാളിനേക്കാൾ മഹത്വമുള്ള വെള്ളിയാഴ്ചയുടെ പകലിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജനന ദിവസമായി നമുക്ക് ചേർന്ന് കിട്ടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹി അൽഫ മറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ രാവിലും പകലിലും ചെയ്യുന്ന എല്ലാ ഇബാദത്തുകൾക്കും വണ്ണമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുകയാണ്, എന്റെ പിതാവ് അല്ലാമ അഷ്ഷാഹ് അബ്ദുറഹീം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ എന്നോട് പറഞ്ഞു, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12ന്റെ അന്ന് ഭക്ഷണ വിതരണം ചെയ്യാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു സാഹചര്യം വന്നു. ആ സമയത്ത് ഞാൻ കുറെ കടല വറുത്തിട്ട് ആളുകൾക്ക് വിതരണം ചെയ്തു. തുടർന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്ദര വദനത്തോടെ സന്തോഷ മുഖത്തോടുകൂടി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ സമയത്ത് അവിടത്തിന്റെ മുന്നിൽ ഞാൻ വിതരണം ചെയ്ത കടല എനിക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ളത്. അത് ഈ പരിശുദ്ധമായ രാവിലോ നാളത്തെ പകലിലോ ആണെങ്കിലോ അത് വലിയൊരു പ്രതിഫലമുള്ള കാര്യമാണ്. ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ കൂടുതൽ ഇഷ്ടപ്പെടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. ഈ പരിശുദ്ധമായ രാവും പകലും നാം എന്തെങ്കിലും നമ്മെ കൊണ്ടാവുന്നത് പോലെ മധുര പലഹാരങ്ങളോ ഭക്ഷണങ്ങളോ വിതരണം ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം ആദം നബി അലൈഹിസ്സലാമിന്റെ ജന്മദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ദിവസം ആദം അലൈഹിസ്സലാമിനെ കൂടി പടക്കാൻ കാരണമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിവസമായി വന്നത് നമുക്ക് അതൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം രണ്ട് അനുഗ്രഹീത വിലായത്ത് ഒരുമിച്ച് ചേരുന്ന പരിശുദ്ധ നിമിഷങ്ങളാണല്ലോ ഈ കയറി വരുന്നത്. ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ നമുക്കൊരു 3 സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് കൂടെ ചൊല്ലൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ നോക്കുന്ന ഒരവസ്ഥ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേർക്കണമേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രാവിലും നാളത്തെ പകലിലും ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള എളുപ്പ വഴിയാണ് സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. ചില സ്വലാത്തുകൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലീദും മദ്ഹും കൂടി ഉൾപ്പെടുന്ന സ്വലാത്തുകളുണ്ട്.
ഉദാഹരണമായി സ്വലാത്തുൽ നാരിയ, സ്വലാത്തുൽ മുൻജിയ തുടങ്ങിയ സ്വലാത്തുകളെല്ലാം സ്വലാത്തും മൗലിദും കൂടി ഉൾപ്പെടുന്ന സ്വലാത്തുകളാണ്. ഇങ്ങനെയുള്ള സ്വലാത്തുകൾ നാം ധാരാളം ചൊല്ലാൻ ശ്രമിച്ചാൽ നമുക്ക് സ്വലാത്തിന്റെയും മൗലിദിന്റെയും പുണ്യം ഒരുമിച്ച് ലഭിക്കുന്നതാണ്. അതുപോലെ ഏറ്റവും കുഞ്ഞു സ്വലാത്തായ സ്വലാത്തുൽ ഫാത്തിമിയ, അതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ സ്വലാത്താണ്. അതിന്റെ അർത്ഥം നോക്കിയാൽ തന്നെ നമുക്കറിയാം, നൂറായ പ്രകാശമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ഗുണം ചെയ്യണമേ എന്നർത്ഥം വരുന്നതാണ്. അതുപോലെ നാം തുടക്കത്തിൽ ചൊല്ലിയ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അതുപോലെ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഈ പറഞ്ഞതെല്ലാം സ്വലാത്തുകളും പരിശുദ്ധമായ മൗലിദുകളുമാണ്. അതിനാൽ ഇവ ഓതിയാലും ഈ രണ്ട് നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ദുആകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ വെള്ളിയാഴ്ചകളിൽ തന്നെ ദുആകൾക്ക് ഇജാബത്ത് കൂടുതലാണ്. കാരണം വെള്ളിയാഴ്ച എന്നുള്ളത് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ച അള്ളാഹു ബഹുമാനിച്ച ദിവസമാണ്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ച വെള്ളിയാഴ്ച ദിവസത്തിന് ദുആക്ക് ഇജാബത്ത് ഉണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ നാളത്തെ ദിവസത്തിലും ഇന്നത്തെ രാവിലും ദുആകൾക്ക് ഇജാബത്ത് ഉറപ്പാണ്. അതിനാൽ ഈ രാവും പകലും ദുആഇന്റെ കാര്യം മറക്കാതിരിക്കുക, അക്കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ദുആകളിൽ നിങ്ങൾ ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ ദുആകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്താൻ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മൂന്നാമത്തെ കാര്യം ദിക്റുകളും തസ്ബീഹുകളും പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ദിക്റുകളും തസ്ബീഹുകളും ധാരാളമായി ചൊല്ലുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ സ്വതക്ക ചെയ്യുക എന്നുള്ളത്, ദാനം ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ദാനധർമ്മങ്ങൾ സുന്നത്തായ ദിവസം കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസം ദാനം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് നൽകാൻ പോകുന്നത്. അത് ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം ദാനം ചെയ്താലുള്ള മറ്റൊരു പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നാലാമത്തെ കാര്യം ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബക്കാർ, ബന്ധുക്കാർ എല്ലാവരുമായി പരസ്പരം നല്ല രീതിയിൽ, നല്ല സ്നേഹത്തിൽ സംസാരിക്കുക. കുറഞ്ഞത് ഒരു സലാമെങ്കിലും പറഞ്ഞ് ബന്ധം പുതുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമാണ് നാം പരമാവധി ഇസ്തിഗ്ഫാർ ഈ പരിശുദ്ധമായ രാവിലോ പകലിലോ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മൾ ധാരാളമാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ പരിശുദ്ധമായ ദിവസത്തിൽ നാം സുന്നത്തായ കാര്യങ്ങൾ ധാരാളം കൊണ്ടുവരിക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുന്നത്തുകൾ ധാരാളമുണ്ട്. അവ കൂടാതെ വെള്ളിയാഴ്ചകളിലെ സ്പെഷ്യൽ സുന്നത്തുകൾ വേറെയുമുണ്ട്. നഖം വെട്ടുക, ജുമയുടെ സുന്നത്ത് കരുതി കുളിക്കുക, വെള്ളിയാഴ്ച ദിവസം പുതുവസ്ത്രം ധരിക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുക. കൂടാതെ പുരുഷന്മാർ മരണപ്പെട്ടുപോയ ഉമ്മ, ബാപ്പ ഇവരുടെ ഖബറുകൾ സന്ദർശിക്കുക, ദുആ ചെയ്യുക. സഹോദരിമാർ വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി ഫാത്തിഹയോ യാസീനോ ഓതി ദുആ ചെയ്യുക. ഇവയെല്ലാം വലിയ നന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം വെള്ളിയാഴ്ച നാം സാധാരണ ചൊല്ലാറുള്ള ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല എന്ന ബൈത്ത് നാം ചൊല്ലാൻ മറക്കരുത്. അതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്യുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ വലിയ നേട്ടമാണ്. അതുപോലെ സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്യുക, സൂറത്ത് യാസീൻ ഓതുക. ഇവയെല്ലാം വലിയ വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ പല മദ്രസകളിലും നാളെ രാവിലെ നടക്കുന്ന ഘോഷയാത്രകളിൽ നമ്മെ കൊണ്ടാകുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുക. മിഠായി, ഭക്ഷണ പലഹാരങ്ങൾ വിതരണം ചെയ്യുക. ഇതെല്ലാം
വലിയ പുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ ദിവസം ഒട്ടും നഷ്ടപ്പെടാതെ പൂർണ്ണമായി ഇബാദത്ത് ചെയ്യാനും അതിന്റെ പുണ്യം സമ്പൂർണ്ണമായി കരസ്ഥമാക്കാനും കഴിയുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിർ കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.